ഹായ് ഫ്രണ്ട്സ്, സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് നമ്മുടെ തന്നെ കൃഷിയിടത്തിലാണ്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് കൃഷി നടത്താതിരുന്നതാണ്. ഇപ്പോൾ വരമ്പൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വൃത്തിയാക്കി കൃഷി നടത്താനായിട്ട് പോവുകയാണ്. അപ്പം മെഷീൻ വന്ന് കണ്ടം പൂട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെഷീൻ അതോ അറ്റത്തുനിന്ന് പൂട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു 5 വറ കണ്ടമാണ് മെഷീൻ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ അമ്മാവനും കൂടിയിട്ടാണ് ഇപ്രാവശ്യം കൃഷി ഇറക്കുന്നത്. അമ്മാവനതാ അവിടെ വരമ്പിൻ്റെ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ചാലിലേക്ക് തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നിറയെ കൊറ്റികളുണ്ട്. ഈ വരമ്പിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് കാട് വന്ന് കൂടി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാട് വെട്ടിനെ മെഷീൻ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഒക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ നടക്കാനുള്ള സൗകര്യത്തിലായിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ ചെടിയായിരുന്നു. ഇതാ വരാൻ പറ്റാത്തതുകൊണ്ട് അതൊരു മരമായി മാറി. മഞ്ഞപ്പാവട്ട ഇത് കണ്ടില്ലേ? മരമുള്ളതുകൊണ്ടൊരു തണലായി. കൊറ്റികൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. നിറയെ കൊറ്റികളാണ്. ഉമ്മയുള്ള സമയത്ത് കൃഷി ഒരുപാട് തവണ എന്നോട് നടത്താൻ പറഞ്ഞാണ്. അതൊന്നും ഞാൻ അനുസരിച്ചില്ല. അനുസരിക്കാൻ പറഞ്ഞാൽ അന്നെല്ലാം ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പണിക്ക് ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ നേരെ ഇവരുടെ വീടുകളിൽ പോയി കാവലിരിക്കുന്ന ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അതിന് ആ സമയത്തൊന്നും കേട്ടില്ല. ഇപ്പോൾ പിന്നെ എല്ലാം മെഷീൻ്റെ സഹായത്തോടെയാണ് ഞാറ് നടുന്നത്. അതുപോലെ നമ്മൾ വിത്തിടേണ്ട ആവശ്യം മാത്രം ഒരാളെ കാണേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം മെഷീൻ ചെയ്യുന്നതുകൊണ്ട് കൊയ്യുന്നതും മെഷീനാണ്. അതുകൊണ്ട് വലിയ പ്രയാസമില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ നീ എല്ലാം തന്നെ പഠിച്ചോളെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 കൊല്ലമായിട്ട് ഈ കൃഷി നടത്താതിരുന്നതാണ്.
അത് കാരണം കണ്ടത്തിൽ കളയും ചെടികളും വളർന്നിട്ട് സാധാരണ 2 ചാല് പൂട്ടിക്കഴിഞ്ഞാൽ മതിയാകുമായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ചാല് എക്സ്ട്രാ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 ചാല് പൂട്ടിക്കഴിഞ്ഞിട്ട് ശരിയാവാത്തത് കൊണ്ട് എക്സ്ട്രാ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാടത്ത് വെള്ളം കൂടുതലായിരുന്നു, അത് തുറന്നു വിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ഉമ്മയുള്ള സമയത്ത് ഉമ്മയുടെ കൂടെ വന്നിട്ടുള്ള ആ ഒരു അനുഭവം വെച്ചിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മാവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും അമ്മാവനും ചേർന്നിട്ടാണ് ഈ പ്രാവശ്യം കൃഷി ഇറക്കുന്നത്. അപ്പോൾ അമ്മാവൻ്റെ കൂടെ ഇരുന്ന് ഞാനും കൃഷി എങ്ങനെ ഇറക്കണം എന്നുള്ളതൊന്ന് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാനോ എൻ്റെ ഐഡിയയിലാണ് ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി ആരൊക്കെ ഇതുപോലെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വെയിലുണ്ട്, ഞാൻ ഈ മരത്തിൻ്റെ തണലിലാണ് ഇരിക്കുന്നത്. മാനവല്ലേ പറ്റുള്ളൂ, വെള്ളം ഒഴിവാകണം. പോട്ടോ ഹലോ, ഒന്നുകൂടെ എടുക്കും, ഒന്നുകൂടെ ബാക്ക് എടുത്തിട്ട് മതി. ആ മേടൊന്ന് കമ്മിയാവട്ടെ. അതന്നെ. പിന്നെന്താണ്, സൂപ്പറായി. ഇപ്പുറത്തെ അല്ലേ? ഇനി അത് പെട്ടെന്ന് അളിഞ്ഞു പോകുന്നു, അതുകൊണ്ട് വലിച്ചെടുക്കാനാണ്. കണ്ടില്ലേ, അപ്പം മേട് സമമാക്കി. അല്ല, അവിടെ വെള്ളം വലിഞ്ഞു പോകണ കണ്ടില്ലേ, ആ സെൻറ്റർ. അവിടെ തന്നെ ഞാറ് പാകാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. ഒരു 3 പറ ഞാറ് പാകാനുള്ള സ്ഥലമാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറ്റികൾ കണ്ടില്ലേ, ആഹാ സൂപ്പർ.
കണ്ടം നിറഞ്ഞു കുറ്റികളെ കൊണ്ട്. വേണ്ട നീലാകാശം. പച്ചവയൽ, മഞ്ഞ ഭൂമി. എന്നാലും മഞ്ഞപ്പാവട്ട നല്ലൊരു തണലാണ്. വേറെ ഒന്നും ഇല്ലാട്ടോ ഇവിടെ. ഇതിന് ചുവട്ടിലിരിക്കാൻ നല്ല സുഖമുണ്ട്. കാറ്റുമായിട്ട് കാറ്റിങ്ങനെ നന്നായി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷം പൂട്ടുന്ന സമയത്ത് താഴ്ത്തിരിക്കാനും ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഒരു നല്ല സൗകര്യമാണ്. പോട്ടെ. അപ്പോൾ കണ്ടം കൂട്ടിക്കഴിഞ്ഞു.